ഹലോ. ആ ശരി, ഇതായെത്തി. ഹലോ. അടിച്ചുവിട്ട് എങ്ങോട്ടാ പോന്നെ? ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നോ? അത്യാവശ്യം നമുക്കറിയാം. നടക്കട്ടെ നടക്കട്ടെ. ഒന്ന് പോടാ. അല്ല, അവിടെ എന്താ പരിപാടി? അത് ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ഒറ്റയ്ക്ക് ഇച്ചിരി ചില്ലറ ഒപ്പിക്കണം. പിന്നെ നല്ല പൂശയല്ലയോ? പിന്നെ പൂശാത്ത ഒരാള്. ശരി ശരി, ഓക്കെ ഓക്കെ. സോറി അളിയ, എഴുന്നേക്കാൻ ഇത്തിരി താമസിച്ചു. എന്തായി കാര്യങ്ങൾ? ആ കാര്യത്തിന് തന്നെ വിളിച്ചത്. നീ കുറച്ചുകൂടി ചൂട് കാണിക്കണം. ഇങ്ങനെ വീട്ടിൽ കുത്തിരുന്നാ എങ്ങനെ? കൊള്ളാം, എനിക്ക് ചൂടില്ലാന്ന്. വെറുതെ ഇരുന്ന് എന്നെ ഓരോന്ന് പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല കേട്ടോ. ഇപ്പം ഞങ്ങളായ കുറ്റക്കാര്. എടാ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് എരി കയറ്റി കഴിഞ്ഞാൽ ചെന്നങ്ങ് വീഴും. പിന്നെ ബാക്കിയുള്ളവർക്ക് അതിൻ്റെ കുറ്റം. എടാ കോപ്പേ, എടാ നിർത്ത്. നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്തു. അത് ഗുണമായാലും ദോഷമായാലും നമ്മളെല്ലാവരും കൂടെ ചേർന്ന് അതാലും, അല്ലാതെ വെറുതെ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാനല്ല വേണ്ടത്. എടാ രാജു, നീ ഇത് തുടങ്ങി വെച്ചത്. നീ തന്നെ അതിന് പരിഹാരം കാണണം. അങ്ങനെ ചോദിച്ചാൽ ജോസേ, നീ വിചാരിച്ചാൽ എന്തെങ്കിലും നടക്കും? നോക്കാം. ഒന്ന് രണ്ടെണ്ണം എൻ്റെ മനസ്സിലുണ്ട്. നടന്നു, അത്രേ പറയാൻ പറ്റും. നിനക്കൊന്നും വേറെ പണിയില്ലേ? നമുക്ക് ഈ ആലോചന ഇവിടെ നിർത്താം. ഒന്ന് പോയടാ. എടാ രാജേഷേ, ഇതൊരു കസേര കളിയാ. മണിയടി നിർത്തുമ്പോൾ ചന്തി ഉറപ്പിച്ചാൽ രക്ഷപ്പെട്ടു. പിടിക്കപ്പെടാതെ നോക്കണം, അത്രേ ഉള്ളൂ. റിസ്ക് എടുത്തവനെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. എന്തായാലും ഇറങ്ങി തിരിച്ചു. ഇനി രണ്ടിലൊന്നും ഇറങ്ങിയിട്ടുള്ളൂ. എങ്കിൽ പറ, ആരെ സമീപിച്ച കാര്യം നടക്കും? ഞാനും അത് ആലോചിക്കുന്നു. നടക്കുവോ? ഞാൻ ഇതുവരെ ഇതിനെക്കുറിച്ച് ആലോചിച്ചില്ലല്ലോ. എടാ, ഇത് വേണോ? ഇത് ശരിയാവത്തില്ല. എന്താ ശരിയാവാത്തത്? ഇതൊന്നും നാട്ടിൽ നടക്കാത്തയാണോ? എടാ അബു, ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതാണ്. പിന്നെ ഈ സമയത്ത് എല്ലാവരും ചെയ്യുന്നത്. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. പിന്നെ അവരുടെ ഭർത്താവിന് എല്ലാമാർക്കും അറിയാമല്ലോ. ഒന്ന് പോടേ. കാശുണ്ടെങ്കിൽ ഈ നാട്ടിൽ എന്താ നടക്കാത്തത്? നീയാണ് ഇവന്മാർക്ക് പിരിയേറ്റി വിടുന്നത്. അബു നിർത്ത്. ജോസേ, നിനക്കാവുമ്പോൾ എൻ്റെ രീതി അറിയാം. കാശ് എത്ര വേണമെങ്കിലും ചിലവാക്കാം. നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. എവിടുന്ന്? നിന്റെ കയ്യിൽ കാശടിക്കുന്ന യന്ത്രം വല്ലതും ഉണ്ടോ? അല്ല, സ്വന്തമായിട്ട് റിസർവ് ബാങ്ക്. എൻ്റെ പൊന്നബു, ഇതിൻ്റെ ഇടയ്ക്ക് ഉടക്ക് വർത്തമാനം പറയല്ലേ. ജോസേ, നീ അവൻ പറയുന്നൊന്നും കാര്യമാക്കണ്ട. നീ ഒന്ന് അന്വേഷിക്കേ. കാശ് എത്ര വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ശരി, എന്നെ വിട്ടേര്. ഇമാതിരി പരിപാടിക്കൊന്നും ഞാനില്ല. എന്തോന്ന് എല്ലാത്തിനും കൂടെ വന്നിട്ട് പൊഴിഞ്ഞു മാറുന്നു. ഇങ്ങോട്ടിരി. ജോസേ പറഞ്ഞോലെ. എന്നാ ശരി, ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വൈകിട്ട്. ഓക്കെ ഓക്കെ, വൈകിട്ട് കാണണം. നടക്കൂ? നടക്കും. പക്ഷേ എന്ത് പക്ഷേ? നീ കാര്യം പറ. മനുഷ്യ ഒരുമാതിരി റേറ്റ് അല്പം കൂടുതലാണ്. കൂടുതലെന്ന് വെച്ചാ?
ഒരാൾക്ക് 1000 രൂപ വെച്ചോ. അത്രയും വരൂ. എന്തായി? 1000 വെച്ചാവും. 1000 വെച്ചിട്ട് കൂടുതലാ. 1000 കൂടുതലൊന്നും അല്ല, ഇതിലും കൂടുതൽ കൊടുക്കാൻ ആളുണ്ട്. ഇതുവരെ ആരും അവിടെ ചെന്നില്ലല്ലോ. അവരുടെ സംസാരം കേട്ടിട്ട് ഇതുവരെ ആരും ചെന്ന ലക്ഷണം. ചെന്നില്ലെന്നാ? അവന്മാർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. ആരടാ? ശരിയാ, അവന്മാർക്ക് ഇതിന്റെ കാര്യം മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. അറിഞ്ഞ അവന്മാർ ഇന്ന് രാത്രി തന്നെ ചെല്ലും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് രാത്രി തന്നെ പോയാലോ? അതൊരു ഐഡിയ. ഇന്ന് രാത്രിയോ? ഇന്നെങ്കിൽ ഇന്ന്. അബു, ഇനി മറുത്തൊരു അഭിപ്രായമില്ല. നീ ആയിട്ട് ഇനി കുളവാക്കരുത്. ഓക്കെ, എങ്കിൽ ഇന്ന് രാത്രി ഫിക്സ്. ജോസെ, എന്നെ ആ ജംഗ്ഷനിലോട്ട് വിട്ടേ. ഓക്കേടാ. ശരി. ഓക്കെ. ജോസെ, സിഗരറ്റാണ്. ഡേ, കത്തിക്കാൻ തീപ്പെട്ടി ആര് തരുന്നു? നിനക്കെന്തോടെ ഇത്ര വെപ്രാളം? പിന്നെ വെപ്രാളം കാണത്തില്ലേ? ചുമ്മാ എന്തോ അതിന്റെ വെപ്രാളമാ. എടേ ചുമ്മാതിരി, ഞാൻ ഇല്ലേ ഇതിൻ്റെ കൂടെ. ശരിയാ, നീ ഇതിന്റെ മാസ്റ്റർ അല്ലേ? നീ ഒറ്റ ഒരുത്തനായി ഇവനെ ഈ പ്രേരിപ്പിക്കുന്നത്. ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങളുടെയൊക്കെ ബഹളം കേട്ട് അയൽപക്കത്തെ ആരെങ്കിലൊക്കെ ഉണർന്നു കഴിഞ്ഞാൽ ഇവന് മാത്രമല്ല കുഴപ്പം, നമുക്ക് എല്ലാവർക്കും കുഴപ്പമോ? അത് മനസ്സിലാക്കിയാൽ നല്ലത്. സൂക്ഷിച്ച്. എന്താ രാജേഷ രാത്രിയില്? എല്ലാരും ഉണ്ടല്ലോ. ചേച്ചി, ഞാൻ വന്ന കാര്യം രാത്രിയിലാവുമ്പം ആരും അറിയത്തില്ല, അതുകൊണ്ടാ. ചേച്ചി ആരോടും പറയരുത് ചേച്ചി. ഇതെൻ്റെ അഭ്യർത്ഥനയാണ്. കസേരയാണ് എൻ്റെ ചിഹ്നം. ഇവിടുത്തെ 4 വോട്ടും എനിക്ക് തന്നെ തരണം, മറക്കരുത്. തരണേ. വോട്ടവകാശം പൗരൻ്റെ മൗലികാവകാശമാണ്. വോട്ട് പണം കൊടുത്തു വാങ്ങാനുള്ളതല്ല. പണം കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമാണ്.